ഒരിക്കൽ പെട്ടുകിടക്കുന്ന ചില ആൾക്കാരുടെ കഥകൾ ഞങ്ങൾ പറയാം. അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല, പക്ഷേ അവന്മാരുടെ കയ്യിൽ ഒരു ഐറ്റം. ഇവിടെ കുറെ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട്. അവർ ഈ സ്ഥാപനത്തിനെ പ്രേമിക്കാനുള്ള ഒരു ഇടത്താവളായിട്ടാണ് കാണുന്നത്. കൊതുകടിയുള്ള ഒരാളോട് നിലത്തുന്നിരിക്കുക. ഞാൻ അവിടെ ഇരിക്കണേ ജാസ്മിൻ കാണിക്കാൻ പോണേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമംഗലവും ഒക്കെ ഉണ്ട്. പോട്ടെ. എടി, ഇത് ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെ അവകാശമാണ് അവനവന്റെ പെണ്ണിനോട് ഇത്തിരി കൊച്ചുവർത്താനം പറയാന്നുള്ളൂ. ഒന്നും പറയണ്ട. നീ അന്ന് കിടന്ന് തുള്ളിയപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ ദുഃഖിക്കേണ്ടി വരും. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കുവോ? ഡ്രസ് ചേഞ്ചിങ് റൂം അതിനുവേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ പാണ്ഡ്യകുമാർ. ഏത് അണ്ടികുമാറാണേലും ഞങ്ങൾ വഴിയാ. സോറി അണ്ണാ, ഞങ്ങൾ മാറി തരാം. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ബിഗ് ബോസും ഞങ്ങളും പ്രേക്ഷകരും മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷ്. A man in love is a pathetic sight. പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്ര. മൈക്കൂരി വെച്ചോ ധരിച്ചോ അതിനുള്ളിൽ പോയിരുന്ന് സംസാരിക്കുന്നത് നിയമങ്ങൾക്ക് എതിരാണ്. എന്തൊരു തലവേദന! രണ്ടുപേരും എനിക്കൊരു തലവേദന ആകരുത്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണ്ടാവും. എന്നെ പറ്റിച്ചു. എന്നോടല്ല ഞാനല്ല, ഞാൻ ക്യാമറയുടെ മുമ്പിൽ. പിന്നെ നീ ഹരിചന്ദ്രനല്ലേ? ഇവിടെ സമാധാനത്തിരുന്ന് നീ കാലമാനം വന്നു. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് കെട്ടിയാ ഞാനും തയ്യാനാ. അന്തസ് വേണോടാ, അന്തസ്. പറഞ്ഞിട്ട് കാര്യമില്ല. മിട്ടാതെയും കളിച്ചോണ്ടിരിക്കുകയാണ്. അതപ്പോ ആ കളി അങ്ങനെ നടക്കട്ടെ. അതെന്താ നീ അങ്ങനെ ഒരു കുത്തും കോളും വെച്ച് സംസാരിച്ചത്? അതെ, എന്താ കുഴപ്പം? നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങാൻ പറ്റില്ല ചേച്ചി. പോരാത്തതിന് കൊതുകിന്റെ സ്കെച്ച്. രണ്ടുപേര് ഒരുമിച്ച് വന്നിട്ടാണ് ഈ വീട്ടിൽ താമസിച്ചത്. ഞങ്ങൾ ഒന്നാണ്. എന്താ വിശ്വാസമായില്ലേ? ഇവര് വന്ന് ഒരുപാട് നേരം അവിടെ നിന്ന് സംസാരിച്ചു. ഞാൻ ഒരു അക്ഷരം ഞാൻ പറയാം. ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലേ? സാരല്ല എനിക്ക് ഒരു അല്ല ഞാൻ പറയട്ടെ, ഒന്നും പണയണ്ട. അയ്യോ കണ്ടാ എന്ത് ഡീസന്റ്. പക്ഷെ കയ്യിലിരിപ്പോ നിങ്ങൾ സംസാരിക്കുന്നത് അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ ആർക്കും കേൾക്കാം. എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മഴ നീളായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. ഞാനത് ചോദിക്കരുതായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അവസരവാദി പൊടി അവിടെ ശവം. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും. ഇതുപോലെ ഒരെണ്ണം കൂടി കിട്ടുമോ? അമേരിക്കയെ കൊണ്ടുപോയി വിൽക്കായിരുന്നു. ആരാധകരെ കണ്ട എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.